പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിന്റെ ലൈഫ് ടിപ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ദാമ്പത്യത്തിലെ മുറിവുകൾ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് ശവക്കല്ലറകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭാര്യയെ ശവമെന്ന് വിളിക്കുന്ന ഭർത്താവും ഭർത്താവിനെ ശവമെന്ന് വിളിക്കുന്ന ഭാര്യയും മക്കളെ ശവങ്ങളെന്ന് വിളിക്കുന്ന മാതാപിതാക്കളുമാണ് നമ്മളെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് സ്വന്തം കുടുംബത്തെ ശവക്കല്ലറയായി മാറ്റിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. സംസാരവും പ്രവൃത്തിയും വഴി ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ജീവൻ നൽകേണ്ടവരാണ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്. വാക്കുകൾ കൊണ്ട് മധുരം നൽകേണ്ടവരാണ്. പക്ഷേ എന്തു ചെയ്യാം? പല ദമ്പതികളും വാക്കുകൾ കൊണ്ട് വിഷം ചീറ്റുന്നു. മുറിപ്പെടുത്തുന്ന വാക്കുകളെ അമ്പുകളാക്കി അവർ എയ്യുന്നു. ഭാര്യ എറിയുന്ന വാക്കുകളുടെ അമ്പുകൊണ്ട് ഭർത്താവിന്റെ ഹൃദയം മുറിയുന്നു. ഭർത്താവ് എറിയുന്ന വാക്കുകളുടെ അമ്പുകൾ കൊണ്ട് ഭാര്യയുടെ ഹൃദയവും മുറിയുന്നു. ആ മുറിവുകൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നവരുമുണ്ട്. പൊറുക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത വാക്കുകളുടെ മുറിവുകളുമായി രണ്ടിലൊരാളുടെ മരണം വരെ ജീവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. നിയന്ത്രണമില്ലാത്ത വികാരങ്ങളാൽ തങ്ങളെ തന്നെ ആന്തരിക മുറിവുകൾ ഉണ്ടാക്കുന്ന ധാരാളം പേരെ കാണാനിടയായിട്ടുണ്ട്. സ്വയം മുറിവേൽപ്പിക്കുന്നവർ മറ്റുള്ളവരെയും മുറിപ്പെടുത്തും. അപകർഷതാബോധം, ആത്മവിശ്വാസക്കുറവ്, സ്വയം പര്യാപ്തതയില്ലായ്മ എന്നിവയെല്ലാം ഒരാളെ സ്വയം മുറിവുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ബാഹ്യ ഘടകങ്ങളാണ്. തന്നെ സ്വയം താഴ്ത്തി കാണിക്കുന്നവരെല്ലാം സ്വമേധയാ മുറിവുകൾ സൃഷ്ടിക്കുന്നവരാണ്. സ്വയം മെനഞ്ഞ മുറിവുകളുടെ വിങ്ങലുകളുമായി ജീവിതകാലം മുഴുവൻ വിതുമ്പുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഭർത്താവിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന ഭാര്യയും ഭാര്യയുടെ പ്രവൃത്തികളുടെ ദോഷവശം മാത്രം കാണുന്ന ഭർത്താവും ചേർന്നുള്ള കുടുംബം സൃഷ്ടിക്കുന്നത് ശവക്കല്ലറകളാണ്. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഭർത്താവും ഭാര്യയും പിശാച് ബാധിച്ചവരാണ്. തകർച്ചയിലും നൊമ്പരങ്ങളിലും പെട്ടിരിക്കുന്ന ഭാര്യയോട് ഭർത്താവോ ഭർത്താവിനോട് ഭാര്യയോ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. തിരുത്താൻ പറ്റാത്ത ശാരീരിക വൈകല്യം, സൗന്ദര്യക്കുറവ് എന്നിവയെക്കുറിച്ച് ഒരിക്കലും പുച്ഛിച്ച് സംസാരിക്കരുത്. അതുപോലെ എന്തെങ്കിലും ഒരിക്കൽ സംഭവിച്ച തകർച്ചയെക്കുറിച്ചും സംസാരിച്ച് വേദനിപ്പിക്കരുത്. മുറിവുകളിൽ നിന്ന് മുതലെടുക്കുന്നത് പൈശാചികമാണ്. ഒരു വ്യക്തിയുടെ കുറവുകളിൽ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവികത. പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും നടക്കുന്ന ദമ്പതിമാരുടെ വായ മലിനത നിറഞ്ഞ് ദുർഗന്ധം വമിപ്പിക്കുന്ന ശവക്കുഴി പോലെയാണ്. നിയന്ത്രണമില്ലാത്ത നാവ് ദാമ്പത്യ ജീവിതത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കാറുണ്ട്. എപ്പോഴും എവിടെയും എടുത്തുചാടിയും ഉത്തരം പറയുന്ന ദമ്പതികൾ കുടുംബജീവിതത്തിന് പ്രതിബന്ധമാണ്. നാവിന്റെ നിയന്ത്രണക്കുറവ് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മിതമായ സംസാരവും കാര്യഗൗരവമുള്ള ആലോചനകളുമാണ് ദമ്പതികൾക്കുണ്ടാവേണ്ടത്. വിവാഹം കഴിഞ്ഞ് 10, 20, 30 വർഷം കഴിഞ്ഞിട്ടും ഭർത്താവിനെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലാത്ത ഭാര്യമാരും ഭാര്യമാരെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലാത്ത ഭർത്താക്കന്മാരുമുണ്ട്. അയൽവക്കത്തെ അദ്ദേഹത്തിന്റെ നന്മകൾ കാണാൻ കഴിയുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന്റെ നന്മ കാണാൻ കഴിയാതെ പോകുന്നു. അമ്മ വെച്ചു വിളമ്പുന്ന ഭക്ഷണത്തിനെല്ലാം അച്ഛൻ കുറ്റം പറയും. ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറ്റം പറയുന്നത് ഭർത്താവിന്റെ അവകാശമാണെന്നും അങ്ങനെ കുറ്റം പറഞ്ഞാലേ ഭർത്താവാകൂ എന്നുമുള്ള അബദ്ധ ധാരണയായിരിക്കാം അച്ഛന്മാരെ അതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അമ്മ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാൾ എത്ര നല്ല ഭക്ഷണമുണ്ടാക്കി പാകം ചെയ്തു കൊടുത്താലും അച്ഛൻ പറയും, അമ്മയുടെ ബീഫ് കറിയായിരുന്നു ശരിക്കുമുള്ള കറിയെന്ന്. അമ്മ മരിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞാൽ പോലും അച്ഛൻ ഇതുതന്നെയായിരിക്കും പറയുക. ജീവിച്ചിരുന്നപ്പോൾ നല്ല വർത്തമാനം പറഞ്ഞു കേട്ടിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാകുമായിരുന്നില്ലേ? എന്തെങ്കിലും നന്മകളില്ലാത്ത ഒരു ഭാര്യയോ ഭർത്താവോ ഇല്ല. ആ നന്മകൾ കാണുക, കണ്ടെത്തുക, വളർത്തുക, പ്രോത്സാഹിപ്പിക്കുക, അതാണ് ദമ്പതികൾ ചെയ്യേണ്ടത്. ഭാര്യയും ഭർത്താവും നിൽക്കുന്ന സ്ഥലം
അവരുടെ കുടുംബമാണ്. അത് പരിശുദ്ധമായിരിക്കണം. ആദ്യം ദാമ്പത്യത്തെ വിശുദ്ധീകരിക്കണം. ക്രമേണ ചുറ്റുപാടുകൾ വിശുദ്ധീകരിക്കപ്പെടും. ഓഫീസ് ജോലികളും അടുക്കളയിലെ ജോലികളും പറമ്പിലെ കൃഷികളും അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. ദാമ്പത്യ ജീവിതം വിശുദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് വിശുദ്ധിയോടെ അവിടെ വ്യാപരിക്കാൻ കഴിയുകയുള്ളൂ. സാധാരണമായ ഒരു ബന്ധം മാത്രമാണ് ദാമ്പത്യമെന്ന് വിചാരിക്കുന്നവർക്ക് വിശുദ്ധിയോടെയോ വിശ്വസ്തയോടെയോ ദാമ്പത്യ ജീവിതം നയിക്കാനാവില്ല. നാം ജീവിക്കുന്ന കുടുംബത്തിൽ വിശുദ്ധി പടർത്താതെ മറ്റെവിടെയെല്ലാം എന്തെല്ലാം ചെയ്താലും അതെല്ലാം നിഷ്ഫലമാണ്. സ്വന്തം കുടുംബത്തിലെ ബന്ധങ്ങളെ നന്നായി കൊണ്ടുപോകുക, കണ്ണികൾ അറ്റുപോയിട്ടുള്ളവയുണ്ടെങ്കിൽ വിളക്കി ചേർക്കുക. അതുപോലെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക. വ്യക്തിജീവിതം വിശുദ്ധമായിരിക്കണം. ദാമ്പത്യ ജീവിതം വിശുദ്ധമായിരിക്കണം. മുൻകോപം, അസൂയ, അഹങ്കാരം, പിടിവാശി, മർക്കടമുഷ്ടി ഇതെല്ലാം കുടുംബജീവിതത്തെ അലങ്കോലപ്പെടുത്തും. ഹൃദയത്തിൽ നിന്ന് ഇവയെല്ലാം എടുത്തു കളയുമ്പോൾ മാത്രമേ പുറത്തുനിന്ന് വരുന്ന ആലോചനകളും വാക്കുകളും പരിശുദ്ധമാകൂ. അശുദ്ധമായ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ അപ്പോൾ പ്രാപ്തി നേടും. വ്യക്തികളെ വസ്തുക്കളായി കണ്ടും അവരെ ഉപയോഗിച്ചും മുന്നേറുന്ന പ്രവണതകൾ അവസാനിപ്പിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന വ്യക്തികളായി നാം രൂപാന്തരപ്പെടും. അകത്തുള്ള വിശുദ്ധി പുറത്തേക്ക് പടരുമ്പോഴാണ് ദാമ്പത്യം വിശുദ്ധമാകുന്നത്. അപ്പോൾ മാത്രമേ പരസ്പരമുള്ള കുറവുകളെ അംഗീകരിക്കാനും ആ കുറവുകളോടെ സ്നേഹിക്കാനും കഴിയുകയുള്ളൂ. സ്നേഹപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇത്തരം ടിപ്സുകൾ ലഭിക്കാനായി 00971 559433 787 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.